നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ വാണിയംകുളത്ത് നിന്ന് കാണാതായി പോയ 3 അംഗ കുടുംബവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. നിലവിൽ ഇതുവരെയും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. വാണിയംകുളത്ത് നിന്ന് കാണാതായ 3 അംഗ കുടുംബത്തെക്കുറിച്ച് 8 ദിവസം പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുള്ള വിവരവുമില്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ എന്ന 68 വയസ്സുകാരൻ, ഭാര്യ രമാദേവി എന്ന 65 വയസ്സുകാരി, മകൻ വിഷ്ണു എന്ന 32 വയസ്സുകാർ എന്നിവരെയാണ് കാണാതായത്. ഈ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ബന്ധുക്കളുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. അതിനിടെ വിദേശത്തായിരുന്ന ബാബു ഭാസ്കറിന്റെ മൂത്ത മകൻ വൈശാഖും ഭാര്യയും കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി തെരച്ചിലിനായി കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ശർക്കര വ്യാപാരം നടത്തുന്ന കുടുംബത്തിന് മൈസൂരുവുമായി വലിയ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കുടുംബം പലിശയ്ക്ക് വലിയ തുക കടം വാങ്ങിയതിന്റെ സൂചനകൾ ഉണ്ടെന്ന് അയൽവാസികൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള ഒളിച്ചോട്ടമാണോ അതോ മറ്റെന്തെങ്കിലും അപായപ്പെടുത്തലുകളാണോ എന്ന സംശയം പോലീസിനുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ കുടുംബം പിക്കപ്പ് വാനിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് മലപ്പുറം വഴിക്കടവ് ചുരത്തിൽ ഈ വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടുകൂടിയാണ് കേസിൽ ദുരൂഹത വർദ്ധിച്ചത്. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. കുടുംബാംഗങ്ങളുടെ എല്ലാ ഫോണുകളും നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. ഫോണുകളുടെ അവസാന ടവർ ലൊക്കേഷൻ വീട് സ്ഥിതി ചെയ്യുന്ന പനയൂർ തന്നെയാണ് കാണിക്കുന്നത്. ബന്ധുക്കൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടുകൂടി അയൽക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വീട്ടുകാർ മുങ്ങിയ വിവരം പുറത്തറിയുന്നത്. നിലവിൽ കർണാടക കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസിന്റെ 2 സംഘങ്ങൾ സജീവമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർക്കൊരു വിവാഹമുണ്ട്, ബന്ധുവിന്റെ വിവാഹമുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ കാണില്ല എന്നൊക്കെയാണ് തൊട്ടടുത്തുള്ള ആളുകളോട് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു വിവാഹമേ ബന്ധുക്കൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന സത്യം പിന്നീട് അറിഞ്ഞു. അപ്പോൾ പറയുന്നത് ഇവർ അറിഞ്ഞതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ വലിയൊരു തുകയ്ക്ക് പലിശയ്ക്ക് കടം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട ആരും തങ്ങൾക്ക് പൈസ നഷ്ടമായി, പണം നഷ്ടമായി എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. എന്തായാലും 8 ദിവസമായി ഇവരെ കാണാതായിട്ട് യാതൊരു തരത്തിലുമുള്ള സൂചനയും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. മൂത്ത മകൻ നേരെ പോയത് കർണാടകയിലേക്കാണ്. മൈസൂരിൽ വൻ ബിസിനസ് ബന്ധങ്ങൾ ഇവർക്കുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും CCTV ഒക്കെ ഉള്ള കാലത്ത് ഇപ്പോൾ നമുക്ക് ഇവരെ കാണാൻ സാധിക്കാതെ പോയതിൽ എല്ലാവരും ഞെട്ടലോട് കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ CCTVകൾ വളരെ കുറവാണെന്ന് പറയുന്നു. മാത്രമല്ല ഇവർ ഈ വാഹനം എടുത്ത് പുറത്തേക്ക് കടന്നത് CCTVയിൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ പരന്നിരുന്നു. ഇനി അത് അറിഞ്ഞിട്ട് ഇവർ തന്നെയാണോ മനഃപൂർവ്വം ഈ ചുരത്തിൽ ഈ വാഹനം ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞത് എന്നും അറിയില്ല. എന്തായാലും പോലീസ് ശക്തമായി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.